ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഇതെന്തുകൊണ്ട് ഇപ്പോൾ KSRTC ഫ്രീ ട്രാവൽ പോലെയുള്ള അങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതെന്തുകൊണ്ട് ഇങ്ങനെ നമ്മളൊക്കെ എന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരുമ്പോഴാണ് പല കാര്യങ്ങളും ഓപ്പോസിറ്റ് ചെയ്യുന്നത്. നോർമലായിട്ടുള്ള ഇപ്പോൾ പാലാരിവട്ടത്തിൻ്റെ അവിടെ പോയി നിന്ന് ഒരു കമ്മ്യൂണിറ്റി കൂടി അവർക്കുണ്ടാക്കുന്ന ആ ഒരു വരുമാനം മാത്രമൊന്നുമല്ല, ഇതിനിടയിലുള്ള മെഡിക്കൽ മാഫിയ, SRS സർജറി പോലുള്ള സർജറി ചെയ്യാൻ എത്രങ്ങാനും വരുമാനം ഉണ്ടാവും എന്നുള്ളത് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിലോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രമുഖ LGBT ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പിന്നിലുള്ള കൈകളുണ്ട്. അവരുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാതെ അതിനെ അധിക്ഷേപിക്കുന്ന ലെവലിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡാഡി ഇഷ്യൂസ് എന്ന് പറയും, ഞങ്ങളുടെ ഡിസ്കഷൻ ഭാഷയിൽ പറഞ്ഞില്ല. അവനവൻ്റെ അച്ഛൻ പ്രോപ്പറായിട്ട് ഒരു ഫാദർ പ്രസൻസ് വേണം. ആ ഒരു ഇതില്ലാതാവുമ്പോൾ ദേ ഗോ ഇൻ ഡിഫറെൻറ്റ് വേസ്. ഉപ്പയില്ലാത്തൊരു മകൻ വളർന്ന് തെറ്റ് ചെയ്യുന്നു, അവന്റെ ആ ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ, റൂട്ട് നോക്കി കഴിഞ്ഞാൽ അതില്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഉപ്പ ഉണ്ടായിട്ട് ഉപ്പ വളർത്തിയ മക്കള് എല്ലാം നല്ല രീതിക്ക് നടക്കണം. സൊല്യൂഷൻ എക്സെപ്ഷണൽ കേസസ് ഞാൻ പിന്നെയും പറഞ്ഞു. എക്സെപ്ഷനിലല്ല, ഈ എക്സെപ്ഷനിൽ എടുക്കുന്ന സാധനങ്ങൾ മെജോറിറ്റി ആയിട്ട് എടുക്കുന്നത്. അല്ല, എക്സെപ്ഷണൽ മെജോറിറ്റി. തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പഠിച്ച MBA സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ഓൺ ജനറൽ കാറ്റഗറി അവിടുത്തെ ആൾക്കാരെ നമ്മൾ എന്തായിട്ട് കാണുന്നത്. പക്ഷെ ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇല്ലല്ലോ. നിയമങ്ങൾ വരാനും സമ്മതിക്കുന്നില്ല. അത് സമ്മതിക്കാത്തത് പുരുഷന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരല്ല. വരണം എന്നുള്ള പക്ഷത്തുള്ള ആളാണ് ഞാൻ. സ്ത്രീകളാണോ എന്ന് വെച്ചാൽ സ്ത്രീകളും അല്ല. ആക്ച്വലി സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യാണ് പുരുഷന്മാർക്ക് വേണ്ടി നിയമങ്ങൾ വരണം. അത് സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അത് വരണം. ഞാൻ ആ പക്ഷം നിൽക്കുന്നത് തന്നെയാ, ആ കാര്യങ്ങളിലൊന്നും സംശയമില്ല. പണ്ട് പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിച്ചപ്പോൾ സ്ത്രീകളുടെ കാര്യമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചു. 7 3 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റൈസ് സംസാരിച്ചു. പക്ഷേ 7 3 സ്ത്രീകൾ അപ്പുറത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ 7 പുരുഷന്മാരോട് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ പോലും ബോധേടല്ല. സംവാദങ്ങളിലെ പല അഭിപ്രായങ്ങളായിരിക്കും, പക്ഷേ എതിർപക്ഷമാണെങ്കിലും ശരിയുണ്ടെങ്കിൽ ആ പക്ഷം നിൽക്കുക എന്നുള്ളതാണ്. സോ അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നവമാധ്യമങ്ങളിലെ അഭിപ്രായങ്ങളിലെ വേറിട്ട ശബ്ദം, പ്രിയപ്പെട്ട മുഖം ഫയാസ് അക്ബറാണ് കൂടിയുള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ സംവാദങ്ങളിലാണ് കാണുന്നത് അല്ലേ? ഒരു പക്ഷേ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് പക്ഷം ചേരുന്നു, എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിനപ്പുറത്തേക്ക് ആൾ പറയുന്നത് ശരിയുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇതല്ലാത്തൊരു വിഭാഗമുണ്ട്, പറയുന്നത് എന്തും ആയിക്കോട്ടെ എതിർപക്ഷമാണ്, ആ പക്ഷത്തിനോട് ഒപ്പം നിൽക്കാതിരിക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് ഫയാസ് ചെയ്ത പക്ഷമാണ്. കാരണം സ്ത്രീവിരുദ്ധനാണെന്നുള്ള രീതിയിലേക്കുള്ള പരാമർശമുണ്ട്, പുരുഷപക്ഷമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതൊന്നും അല്ലാതെ ശരിപക്ഷത്താണോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനവും അതിനെ ഏത് തരത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതിനനുസരിച്ചിരിക്കും ഞാൻ ഏത് പക്ഷത്താണ്. ഇപ്പോൾ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എന്നെ ചാപ്പയടിക്കാറുണ്ട്. എനിക്കും കല്യാണം കഴിഞ്ഞതാണ്, 2 കൊച്ചുങ്ങളുണ്ട്, എനിക്കൊരു സഹോദരിയുണ്ട്, അമ്മയുണ്ട്. അപ്പൊ മൊത്തത്തിൽ സ്ത്രീകളെ ഞാൻ എതിർക്കുന്നത് ഒരു തരത്തിലും അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല ആസ് എ ഹ്യൂമൻ ബീങ്. പിന്നെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഇതെന്തുകൊണ്ട് ഇപ്പൊ KSRTC ഫ്രീ ട്രാവൽ പോലെയുള്ള അങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതെന്തുകൊണ്ട് ഇങ്ങനെ നമ്മളൊക്കെ എന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരുമ്പോഴാണ് പല കാര്യങ്ങളും ഓപ്പോസിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഒപ്പോസ് ചെയ്യുക, പക്ഷെ അത് അവരെ തന്നെ ഒപ്പോസ് ചെയ്യുന്ന മാതിരി ഒരു തോന്നൽ വരും ചില ആൾക്കാർക്ക്. അതുകൊണ്ടാണ് അവർ ബ്ലൈൻഡ് ആയിട്ട് ചാപ്പ അടിച്ചങ്ങ് ഇപ്പോൾ രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കുന്ന മാതിരി മുൻവിധിയോടുകൂടി. കാരണം ഇത് ഒരു കാര്യം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ചോദ്യം ചെയ്ത് പോകും. അപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യത്തിലാവും എന്നുള്ള ഭയം സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെ ഭയം വരുന്നവരാണ് ചാപ്പ അടിക്കുന്നത്. പിന്നെ പുരുഷപക്ഷവാദിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പുരുഷന്മാരിൽ തന്നെ കുറെ ഹൂളകളുണ്ട്, സ്ത്രീകളിലും ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ ഒപ്പോസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ KSRTC സവാദിനെ ഞാൻ പോയി മാലയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. ആണുങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, സ്ത്രീകൾ എന്ത് ചെയ്താലും ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നോട് തന്നെ ഇതാവും. പല കാര്യങ്ങളും നമുക്ക് ഞാൻ ആ ഡിബേറ്റിൽ എന്റെ കമന്റ് ബോക്സിൽ കുറെ പേര് വന്നിട്ട് ഉരുളയ്ക്ക് ഉപ്പേരി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ ഞാൻ തന്നെ സ്വയം കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ ന്യായമില്ലാത്ത കാര്യത്തിന് ഞാൻ പോയിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്വയം കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. വയസ്സിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒപ്പം ചേർത്ത് വയ്ക്കുന്ന ഒരു ഹാഷ്ടാഗാണ് 2 gender squad എന്നുള്ള രീതിയിലേക്ക്. ശരിക്കും അങ്ങനെ 2 വിഭാഗം മതിയോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അത് റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ആന്റി LGBTQ ആണ്. എന്തുകൊണ്ടാണ് ശരിയാണ് തീരുമാനം? എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലി പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു അസുഖം വരുവാണ്, ഈ അസുഖത്തിനെ അസുഖമായി കണക്കാക്കാതെ ഇത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടത്തേ ഉള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന കുറെ കാര്യങ്ങളും നമ്മളെ ഇടപെട്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും
ചില ഇപ്പോൾ അഡോളസൻസിന്റെ ബിഹേവിയർ കാരണം ഉള്ള ആൾക്കാരെ ഫ്രണ്ട്ഷിപ്പിനെ പോലും മിസ്ലീഡ് ചെയ്തിട്ട് കുറെ സൈക്കാട്രിസ്റ്റുമാർക്കും ഇതിന്റെ ഇടയിൽ ഈ ഹോർമോൺ ഇൻഡസ്ട്രീന്റെ ഇടയിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. സോ അവർക്ക് ബേസിക്കലി ഇതൊരു ബെനിഫിറ്റ് ആണ്. ബിക്കോസ് ഒരാള് ഒരു LGBTQ പേഴ്സൺ ആയിട്ട് മാറുമ്പോൾ അവിടെ നോർമൽ ആയിട്ടുള്ള പാലാരിവട്ടത്തിന്റെ അവിടെ പോയി നിന്ന് ഒരു കമ്മ്യൂണിറ്റി കൂടി അവർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വരുമാനം മാത്രമൊന്നുമല്ല. ഇതിനിടയിലുള്ള മെഡിക്കൽ മാഫിയ, SRS സർജറി പോലുള്ള സർജറി ചെയ്യാൻ എത്രങ്ങാനും വരുമാനം ഉണ്ടാവും എന്നുള്ളത് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിലോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നപ്പോൾ ഇവിടെ ഉള്ള പ്രമുഖ LGBTQ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതിന്റെ പിന്നിലുള്ള കൈകളുണ്ട്. നമ്മൾ ഇപ്പോൾ വെഡിങ്ങിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് ലൈഫിൽ അടുത്തൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആണ് ഇതിലേക്ക്. ആക്ച്വലി ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആവുന്നത് അക്ഷരാർത്ഥത്തിൽ സ്ത്രീകൾക്കല്ലേ? അതും നമ്മൾ ചൂസ് ചെയ്യുന്ന പാർട്ട്ണർ അനുസരിച്ചിരിക്കും. എവിടേക്കോ ചിന്തിച്ചിട്ടുണ്ടോ ഫൈസ്? ഇപ്പം ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും വർഷം ഒപ്പം ജീവിച്ചിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ ഒരു 10-20 വർഷം 23 വർഷമായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. മൊത്തത്തിൽ നിന്ന് ഇപ്പോൾ ഒരുമിച്ച് മാറി താമസിക്കുന്നവരുണ്ട്, ഇതല്ലാത്തൊരു ഫാമിലിയിലോട്ട് ഒരു പറച്ചുനാടലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് എല്ലാ അർത്ഥത്തിലും ഒരു പുതിയൊരു തുടക്കം വന്നു, പുതിയൊരു ആവാസ വ്യവസ്ഥ വന്നു, ഇത് പുതിയ ആളുകൾ നമ്മൾ എങ്ങനെ നമ്മൾ കുടുംബം പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റും കുറെ ഒരു വിഭാഗത്തിലുണ്ട്. ഈ പറിച്ചുനടൽ സാധനം വരുന്നത് എപ്പോഴാണെന്നറിയോ? എനിക്ക് ജോലിയുണ്ട്, എന്റെ ജോലിയെ അല്ലെങ്കിൽ എന്റെ വരുമാനം ഇതാണ് കോർ അല്ലെങ്കിൽ സർവൈവൽ ഇതെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ഞാൻ ജോലി ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചു, എറണാകുളത്താണ് എൻ്റെ ഓഫീസ്, അപ്പൊ എറണാകുളത്ത് തന്നെ ആയിരിക്കും ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഞാനൊരു കല്യാണം കഴിക്കുമ്പോൾ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എൻ്റേത് ബേസ് ചെയ്തിട്ടാണ് ഒരു കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും എൻ്റെ പാർട്ട്ണർക്കും അതാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം. ആ ഒരു സോഴ്സ് കണ്ടിട്ടാണ് എന്നെ കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അങ്ങോട്ട് മാറി താമസിക്കേണ്ട ഇത് വരും. ഇതിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇപ്പൊ കൊച്ചിയെ പോലുള്ള ഒരു മെട്രോ സിറ്റിയിൽ വന്നിട്ട് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അത് മാത്രമൊന്നുമല്ല, അല്ല അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലാണെങ്കിൽ പോലും ഇപ്പൊ എന്റെ വീട്ടിലോട്ട് വരുന്നു, ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞ അതേ ടോപ്പിക്കിൽ തന്നെ വരുവാണെങ്കിൽ, കല്യാണം കഴിക്കുമ്പോൾ ഒരു പുരുഷനെ നോക്കി കല്യാണം കഴിക്കുമ്പോൾ ആ പുരുഷൻ സെറ്റിൽഡ് ആണോ, പുരുഷൻ ഇത്ര സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ, പുരുഷൻ ഇതാണോ എന്ന് പറയുമ്പോൾ അത്രയും ഓൾറെഡി അവൻ സെറ്റിൽഡ് ആണെന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റിൽഡ് തപ്പിയിട്ടാണല്ലോ, ആ ഒരു സെറ്റിൽഡ് ചേക്കേറാൻ വേണ്ടിയിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഈ പറിച്ചു നടൽ ആവശ്യം വരും. അതേസമയം വെൻ യു ആസ് എ വുമൺ നിങ്ങൾ നിങ്ങളുടേതായ ജോലി, നിങ്ങളുടേതായ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഇത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബാർഗൈനിങ് പവർ വരും. എവിടെ താമസിക്കണം, രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈമറി സോഴ്സ് എവിടെ വരുന്നു നിൽക്കുക. ഇപ്പൊ ഒരു സ്ത്രീ പുരുഷനിലെ ഭാര്യ ഭർത്താവിലെ ഭാര്യയ്ക്കാണ് കുറെ കൂടി എന്നുള്ള വരുമാനം കൂടുതലെങ്കിൽ ഭാര്യയുടെ വീട്ടിലോട്ട് പോയി താമസിക്കണം. അവിടെ താമസിക്കാൻ പുരുഷൻ തയ്യാറാവോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എത്രത്തോളം പുരുഷന്മാർ തയ്യാറായിട്ട് അവിടെ നിൽക്കും? തയ്യാറായ പുരുഷന്മാരെ എനിക്കറിയാം. പക്ഷെ ദ തിങ് ഈസ് എത്രത്തോളം സ്ത്രീകൾ അങ്ങനെ തന്നെക്കാളും കൂടുതൽ കുറവ് വരുമാനമുള്ള പുരുഷനെ കല്യാണം കഴിക്കാൻ തയ്യാറാവും എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. ഈ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് ശരിക്കും ക്ലബ് ഹൗസിലൂടെ ആയിരുന്നു. അന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുകളിലേക്കായിരിക്കും നമുക്ക് സംസാരിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് കയറിപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്ലബ് ഹൗസിലെ, അല്ലെ, തുടക്കം മുതൽ. അപ്പോൾ ചിലപ്പോൾ വരുന്നത് നമ്മുടെ വിഷയം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരിലായിരിക്കും വരിക. നമ്മൾ ചാനൽ ചർച്ചകളിലോ നവമാധ്യമങ്ങളിലോ വരുമ്പോൾ എത്തുന്നത് നമുക്ക് എല്ലാത്ത വിഷയങ്ങളിലോട്ട് വരും, അല്ലെ. എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ? ക്ലബ് ഹൗസിൽ വന്നു, നവമാധ്യമങ്ങളിലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വന്നു, ഇപ്പൊ സാറ്റലൈറ്റ് വന്നു. അപ്പൊ ക്ലബ് ഹൗസിലും ഉദ്ദേശിച്ച ലക്ഷ്യം നടന്നോ? മാറിയിട്ടൊന്നുമില്ല. ബട്ട് ദ തിങ് ഈസ് ഇപ്പൊ ഇതൊരു 6 വർഷമായി ക്ലബ് ഹൗസും. നമ്മള് മെച്യൂർ ആവുക എന്നൊക്കെ പറയില്ലേ, ആ ടൈമിൽ കുറച്ചു ഇപ്പോഴേ ഞാൻ അഗ്രസീവ് ആണെന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറയുന്നത്. ഇതിനേക്കാൾ അഗ്രസീവ് ആയിരുന്നു ആ ടൈമിൽ. ബിക്കോസ് ഐ വാസ് ലൈക്ക് 25 ഇയേഴ്സ് ഏജ്, ഇപ്പൊ 30+ ആയി. പൊട്ടിത്തെറികൾ ഉണ്ടാവും. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ആ സമയത്തൊക്കെ നമ്മളടുത്ത് എന്താ പറയാ ജനേന്ദ്രിയം കൊണ്ട് ചിന്തിക്കുന്നവന്നൊക്കെ, ഇവർക്ക് നമ്മൾ പറയുന്ന ടോപ്പിക് എന്താണ്, അതിന്റെ പോയിന്റ് എന്താണ്, അതിന്റെ കോർ എന്താണെന്നൊന്നും കേൾക്കണ്ട. ഇവർക്ക് ഫെമിനിസത്തിന് ഓപ്പോസിറ്റ് പറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ കയറി വരിക, എന്നാലും തെറി വിളിക്കുക, പോവുക, ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള കുറെ സ്ത്രീകളുണ്ട്. സോ അവർ വന്നിട്ട് നമ്മളെ തെറി വിളിക്കുമ്പോൾ അവർക്ക് അത്രയും കാലമുള്ള പെർസ്പെക്റ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തെറി വിളിച്ചു കഴിഞ്ഞാൽ ആരും തിരിച്ചൊന്നും പറയില്ല. കാരണം സ്ത്രീയുടെ തന്നെ കുറെ വീഡിയോസ് പോലെ അങ്ങനത്തെ പ്രമുഖ വീഡിയോയിലെ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു വ്യക്തി. സോ അതാണ് ഞാൻ വിഷയം. അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തി ബാക്കിയുള്ളവരെ മാന്യത പഠിപ്പിക്കേണ്ട കാര്യമില്ല. മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം മനുഷ്യന്. ഒരേ സാധനം മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് കഴിവാണ്, കഴിവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫോക്കസ് ഇല്ലാത്തത് എന്ന് പറയുന്നതും അതേ മൾട്ടി ടാസ്കിങ്, പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിനെ മൾട്ടി ടാസ്കിങ് എന്ന് പറയും. ഇതേ കാര്യത്തിൽ നമുക്ക് അധിക്ഷേപിച്ചിട്ടും പറയാം. ഒരു കാര്യത്തിൽ
ഫോക്കസ് ചെയ്യാതെ എല്ലാത്തിലും എല്ലാത്തിലും കൊണ്ട് തലയിടുന്നത്. ഇത് തന്നെയാണ് ഇപ്പൊ പല സ്ത്രീകൾക്കും വരുന്ന അവർക്ക് അധിക്ഷേപമായിട്ട് തോന്നുന്ന വിഷയങ്ങളും. അവര് ചെയ്യുന്നത് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാതെ അതിനെ അധിക്ഷേപിക്കുന്ന ലെവലിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡാഡി ഇഷ്യൂസ് എന്ന് പറയും, ഞങ്ങളുടെ ഡിസ്കഷൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ അച്ഛൻ പ്രോപ്പറായിട്ട് ഒരു ഫാദർ പ്രസൻസ് വേണം. ആ ഒരു ഇതില്ലാതാവുമ്പോൾ ദേ ഗോ ഇൻ ഡിഫറെന്റ് വേസ്. അതിനാണ് ഞങ്ങൾ ഈ ഡാഡി ഇഷ്യൂസ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ട്. ഇപ്പൊ വീട്ടിലുള്ള പുരുഷന്മാരും ഇപ്പൊ ആൺകുട്ടികൾക്കായാലും അതേപോലെ അല്ല, തന്തയ്ക്ക് വിളിച്ചതല്ല. അത് ഡാഡി ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ ആമ്പിള്ളേർക്കല്ല. ഇപ്പൊ US കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ക്രൈംസ് ചെയ്യുന്നത് കറുത്തവർക്കാരാണ്. അതേസമയം കറുത്തവർക്കെതിരെ പോലീസ് അട്രോസിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണീരും കരച്ചിലും വേറെയും കാണാം. ഈ കറുത്തവർക്കാരിൽ ഏറ്റവും കൂടുതൽ ക്രൈംസ് നടക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ സിംഗിൾ മദർഹുഡ് ഉള്ളത്. ഈ സിംഗിൾ മദേഴ്സ് വളർത്തുന്ന ആൺകുട്ടികൾക്ക് ലൈക്ക് അവർക്കൊരു ഫാദർ ഫിഗർ ഇല്ല. ലൈക്ക് പ്രോപ്പറായിട്ടൊരു അവരുടെ അഗ്രഷനും ടെസ്റ്റോസ്റ്ററോൺ അഡോളസൻസിന്റെ ഇതിലൊക്കെ ചാനൽ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ പാത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു അഗ്രഷൻ പല വഴിക്ക് പോകുന്നത്. ഇപ്പോൾ സ്ത്രീകളോടുള്ള ബഹുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പോലും എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വീട്ടിലെ അച്ഛൻ ചാനൽ ചെയ്ത ഒരു ആൺകുട്ടിയാണോ അതോ ഒരു സിംഗിൾ മദർ തന്നെ വളർത്തിയ ഒരു അമ്മ പറഞ്ഞു കൊടുത്ത് വളർത്തിയതായിരിക്കും. അച്ഛൻ വളർത്തിയിട്ട് അത്രത്തോളം വരുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. സ്ത്രീകൾ വളർത്തിയതിന് അങ്ങനെയല്ല. അച്ഛൻ മാത്രമല്ല, ഞാൻ പറയുന്ന ആൺകുട്ടികളുടെ കാര്യമാണ്. ഒരു ഫാദർ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇനി ആൺകുട്ടിയാണെങ്കിലും അച്ഛൻ വളർത്തിയ ആൺപിള്ളേരാണ് എത്രയോ പേര് അച്ഛനില്ലാത്ത അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അച്ഛനില്ലാത്തൊരു കാലം അമ്മയില്ലാത്ത കാലം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇല്ലാത്ത മക്കള് അമ്മ വളർത്തിയതിന്റെ പേരില് എന്ത് പ്രശ്നമുള്ള അച്ഛൻ വളർത്തിയ ആൺപിള്ളേരൊക്കെ സൈക്കോളജിക്കലി പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? അതിനെ കുറിച്ചുള്ള സ്റ്റഡീസും ഉണ്ട്. ഇപ്പൊ ലൈക്ക് നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതിനെ ചാനൽ ചെയ്യണം. ഇത് ലൈക്ക് നമ്മുടെ അഗ്രഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് അഗ്രഷനും സ്ത്രീകളുടെ അഗ്രഷൻ എന്ന് പറയുന്നത് പാസീവ് അഗ്രഷനും. നമ്മുടെ ആക്റ്റീവ് അഗ്രഷനെ ചാനൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ചെറുപ്പം തൊട്ട് തന്നെ ഇപ്പൊ റഫ് ആൻഡ് ടംബിൾ, അച്ഛനും കുട്ടികളും തമ്മിൽ കളിക്കുന്ന റഫ് ആൻഡ് ടംബിൾ ഗെയിം എന്ന് പറയും, അത് തൊട്ട് അത് ചാനൽ ചെയ്യുന്നതാണെന്നുള്ളതാണ് സൈക്കോളജി സ്റ്റഡീസിലുള്ളത്. ഈ അച്ഛൻ വളർത്തിയ ആമ്പിള്ളേരൊക്കെ മേമന്മാരും അങ്ങനെയല്ല മക്കളൊക്കെ മോശക്കാരായിട്ടാണ് പിരിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പറയുന്നില്ലെങ്കിൽ അവനവന്റെ ഒരു പ്രായത്തിനപ്പുറത്തേക്ക് അവന്റെ പക്വതയിലും അവന്റെ തിരിച്ചറിവിലും എങ്ങനെ ജീവിക്കണം എന്നുള്ള അവനവന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ സിംഗിൾ പാരന്റിൽ എത്രയും സിംഗിൾ പാരന്റ് ആയിട്ടുള്ള നല്ല പാരന്റ്സ് ഉണ്ട്, സിംഗിൾ പാരന്റ് ആയിട്ടുള്ള ഫാദേഴ്സ് നല്ല വളർത്തിയ നല്ല പെൺമക്കളും ഉണ്ട്. ഞാൻ അതല്ല പറയുന്നത്. ദാറ്റ് ആർ എക്സെപ്ഷണൽ കേസസ്. ഞാൻ പറയുന്ന ഒരു ജനറൽ പെർസ്പെക്റ്റീവിലും ജനറൽ സ്റ്റഡീസിന്റെയും പെർസ്പെക്റ്റീവിലും ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പഠിച്ച MBA സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ഓൺ എ ജനറൽ കാറ്റഗറി അവിടുത്തെ ആൾക്കാരെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? തിരുടന്മാരായിട്ട്. ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന സിംഗിൾ പാരന്റിങ്ങിന്റെ കാര്യത്തിലും വരുന്നത്. ദർ ആർ അടിപൊളിയായിട്ടുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ബട്ട് ദേ ആർ എക്സെപ്ഷൻസ്. ഞാൻ പറയുന്ന ഒരു ഓൺ ജനറൽ അവിടെ തിരുട്ട് ഗ്രാമത്തിൽ വന്നിട്ടുള്ള ഒരു MBO അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ടുള്ള ആള് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവന്റെ എവിടെ സ്ഥലം എന്ന് ചോദിക്കുന്നവരെ നമ്മൾ അവളെ ഡോക്ടറായിട്ട് തന്നെ കാണുന്നത് അല്ലെ. എവിടെ നിന്ന് വന്നുള്ള സ്ഥലം ചോദിക്കുമ്പോൾ പക്ഷേ ആ സ്ഥലത്ത് നിന്നാണ് എന്നുള്ള തിരുത്തലുകളും അല്ലെങ്കിൽ മുൻവിധികളും വന്നേക്കാം. മറിച്ച് ഒരാളെ കാണുമ്പോൾ അവന്റെ വ്യക്തിത്വത്തില്, അവന്റെ സ്വഭാവത്തില്, അവന്റെ ക്യാരക്ടറില്, അവന്റെ പെരുമാറ്റത്തില് എങ്ങനെയാണെന്ന് വിലയിരുത്തുക അങ്ങനെയാണ് അല്ലെ. അല്ലല്ല അത് അവന്റെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അത് വ്യക്തിപരമാണ്. മറിച്ച് അവൻ അവന്റെ ക്യാരക്ടറിൽ മോശം ചെയ്തുകൊണ്ട് അവൻ അച്ഛനില്ലാത്തോണ്ട് അമ്മ വളർത്തിയോണ്ട് അങ്ങനെ ആയെന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസം അത്? അല്ല, അത് എക്സെപ്ഷൻസ് ആണ്. ഞാൻ പറയുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇപ്പൊ സിംഗിൾ പാരന്റിങ്ങിന്റെ ഇത് ബേസിക്കലി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമല്ല. ഇത് സൈക്കോളജിയിലുള്ള സാധനമാണ് സിംഗിൾ പാരന്റിങ്ങും. അത് അപ്പൊ പെൺമക്കളെ അമ്മ വളർത്തുമ്പോഴും ആൺമക്കളെ അച്ഛൻ വളർത്തുമ്പോഴും നമ്മുടെ ഒരു അഡോളസൻസ് ഏജിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബേസിക്കലി ഹോർമോണിൽ വരുന്ന റിയാക്ഷൻസിനെ ചാനൽ ചെയ്യാനുള്ള ഒരു ഫിഗർ, ഫാദർ ഫിഗർ എന്ന് പറയുന്ന സാധനവും മദർലി ഫിഗർ എന്ന് പറയുന്ന സാധനവും ഇറ്റ് ഈസ് മാൻഡേറ്ററി എന്നുള്ളത് സ്റ്റഡിയിലുള്ളതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. മുമ്പുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറയേണ്ടതും, അല്ലെങ്കിൽ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമൊന്നുമല്ല. അതല്ലാതെ ഇത് ഒരു തരം മുൻവിധിയാ അല്ലെ. സ്വാഭാവികമായിട്ട് ഫയാസിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ, എത്ര പേര് ഉപ്പമാര് മരിച്ചിട്ടുള്ളവരുണ്ടെന്ന് അറിയില്ല, സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്നുണ്ട് ഇല്ലേ. അവരെ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നുള്ള രീതിയിലേക്ക് ഫയാസ് അങ്ങനെ അവരെ അഡ്രസ് ചെയ്യാനാണ് ഇഷ്ടം, കൊണ്ടാണോ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെയായി പോയത്. ഇതേ സാധനം ഞാൻ നേരത്തെ തൊട്ട് മുമ്പാ ഞാൻ പറഞ്ഞത്.
മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന സാധനത്തിനെ നെഗറ്റീവായിട്ടും പ്രസന്റ് ചെയ്യാം, പോസിറ്റീവായിട്ടും പ്രസന്റ് ചെയ്യാം. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ സംഗതിയെ ഒരു വ്യക്തി ഒരു മോശം കാര്യം ചെയ്തു, അതുകൊണ്ട് അവൻ അച്ഛനില്ലാത്തവനാണെന്ന് പറഞ്ഞ് അവനെ അവഹേളിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് തിങ്. പക്ഷെ അതേസമയം അവനൊരു സംഗതി ചെയ്യുമ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് തപ്പിയിട്ട് അങ്ങനത്തെ ഒരു വിഷയം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി ഉണ്ടാക്കുക എന്ന് പറയുന്നതും കോർ റീസൺ. നേരത്തെ ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ടു ഫിക്സ് എ പ്രോബ്ലം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഇറ്റ്, ഓർ അണ്ടർസ്റ്റാൻഡിങ് ദർ ഇസ് എ പ്രോബ്ലം ആൻഡ് ദെൻ ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് ഇറ്റ്. ഫയാസിന്റെ ഷോപ്പില്, ഫയാസിന് സ്വന്തമായിട്ട് ഷോപ്പുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സാധനം എടുത്തു, ബേക്കറി ഷോപ്പാണ്, സാധനം അവിടെ നിന്ന് മോഷ്ടിച്ചു, അവൻ കഴിച്ചു. ഫയാസ് അവനെ കള്ളന്ന് വിളിക്കോ, അല്ലെങ്കിൽ അവന് ബസ്സിനോട്ട് വേറെ പാകില്ലാത്തതുകൊണ്ട് നിന്ന് വന്ന് കഴിച്ചു എന്ന് വിലയിരുത്താനോ അവന്റെ പിന്നാമ്പുറം അന്വേഷിക്കാനാണോ പോവുക? അവൻ ചെയ്ത പ്രവൃത്തിനാണ് വിലയിരുത്തുക. അത് ഇമ്മീഡിയറ്റ് അല്ലേ? ആസ് എൻ ഇൻഡിവിജ്വൽ അത് ഇമ്മീഡിയറ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ പറയുന്നത് ആളുകൾ വിലയിരുത്തുന്നതും അങ്ങനെ തന്നെയാണ്. ഇവിടെ അവന്റെ ക്യാരക്ടറിലോ അവന്റെ സ്വഭാവത്തിലോ അവന്റെ പെരുമാറ്റത്തിലോ എങ്ങനെയാണെന്ന് വിലയിരുത്തേണ്ടത് അവനെ വെച്ചിട്ട് അളന്നിട്ടാണ്. അല്ലാതെ അവന്റെ പിന്നെ റൂട്ട് കോസ് നോക്കിയിട്ട് അവൻ അച്ഛനില്ലാത്തതുകൊണ്ട് ഫാദർ ഇല്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ ആയതാണ്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ വളരെ സിമ്പിൾ ആയിട്ട് പറയട്ടെ, അവൻ അങ്ങനെ കള്ളനായി നിന്ന് അവൻ വിശന്നിട്ട് നിന്നുള്ള രീതിയിലേക്ക് കട്ടതാണ്, അവനെ കള്ളന്ന് വിളിക്കേണ്ടതില്ല, അവനെ വെറുതെ വിടും? കള്ളനായിട്ട് കണ്ട ഇവിടെ മധുവിനെ ചുറ്റും കൂടെ നിന്നിട്ട് ആക്രമിച്ച് ഇതാക്കിയിട്ടുള്ള ആൾക്കാരാ നമുക്ക് ചുറ്റുള്ളത്. ഇവിടെ മധുവിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് പിടിച്ചിട്ടുണ്ടല്ലേ. ഞാൻ പറയുന്നത് ചെയ്ത പ്രവർത്തികളെ പറയുന്നത്, മോഷണത്തെ പറയുന്നുള്ളൂ. അവന്റെ വിശന്നോട്ടോ അവന് വേറെ പാകില്ല എന്നിട്ടോ എടുത്തു എന്നല്ല പറയാം. ഇവിടെയും അങ്ങനെ തന്നെയാണ് ഫയാസെ. ഒരാൾ ചെയ്ത പ്രവൃത്തി അവനവന്റെ ക്യാരക്ടറും അവന്റെ പെരുമാറ്റവും അവന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാ. അത് ആ ചെയ്ത കാരണം അവൻ അച്ഛനില്ലാത്ത എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ റീസൺ പിടിക്കരുത്. നമ്മുടെ സൊല്യൂഷൻസ് കണ്ടെത്തില്ലാത്തതുകൊണ്ട് വളർന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുള്ള? ഒരു വ്യക്തി അമ്മയെ കുറ്റപ്പെടുത്തുന്ന പോലെയല്ലോ. ഇവിടെ കുറെ പേര് ക്രൈം ചെയ്യുന്നുണ്ട്. ഈ ക്രൈമിനൊക്കെ ഇവരെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും ന്യായങ്ങളുണ്ടാവില്ല. എല്ലാവർക്കും ന്യായങ്ങളുണ്ടാവും. പറയുന്നില്ലേ എനിക്ക് ജീവിക്കാൻ പാകില്ലാത്തതുകൊണ്ട്. റോഹൻ കാണുന്ന പെർസ്പെക്റ്റീവ് ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കാണുന്നത് കോർ റീസൺ ഫിക്സ് ചെയ്യുന്നതാണ്. ഇപ്പൊ വീട്ടിലുണ്ടാവുന്നത് ഫയസ് പറഞ്ഞ് ഞാൻ മനസ്സിച്ചു. അതായത് ഇതിന് പിന്നിലുള്ള റീസൺസിലോട്ട് പോവുകയാണ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ടൈറ്റാനിക് ഷിപ്പിന് നമ്മൾ വെറുതെ സൂപ്പർ ഗ്ലൂ ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇത് കാണുന്നത്. അതാണ് നടക്കുന്നത്. പക്ഷെ എന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സൊല്യൂഷണറി പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ ഫെമിനിസത്തിന്റെ ടോപ്പിക് ആയാലും സ്ത്രീപക്ഷ നിയമങ്ങളുടെ ടോപ്പിക്, അങ്ങനെ ഒരു സൊല്യൂഷൻ അതിനുണ്ടായിരുന്നെങ്കിൽ ഫയസ് എന്ത് വേണം? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പയില്ലാത്തൊരു മകൻ വളർന്ന് തെറ്റ് ചെയ്യുന്നു, അവന്റെ ആ ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ, റൂട്ട് നോക്കി കഴിഞ്ഞാൽ അതില്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയേ എന്നുള്ളത് മനസ്സിലാക്കുമ്പോ ഉപ്പ ഉണ്ടായിട്ട് ഉപ്പ വളർത്തിയ മക്കള് എല്ലാം നല്ല രീതിക്ക് നടക്കണം. സൊല്യൂഷൻ എക്സെപ്ഷണൽ കേസസ് ഞാൻ പിന്നെയും പറഞ്ഞു. എക്സെപ്ഷനിലല്ല, ഈ എക്സെപ്ഷനിൽ എടുക്കുന്ന സാധനങ്ങൾ മെജോറിറ്റി ആയിട്ട് എടുക്കുന്നത്. അല്ല, എക്സെപ്ഷണൽ മെജോറിറ്റി അല്ല. അതാണ് നമുക്കിപ്പോ കോർ റീസൺ. ഇപ്പൊ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്റ്റഡികൾ ഇപ്പൊ ആൾക്കാർ ഗേ ആയിട്ട് പോകുന്നതിലും സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മെജോറിറ്റി ഇങ്ങനെ ഒരു നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ എക്സെപ്ഷൻ നമുക്ക് മെജോറിറ്റിയായി തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞത് US-ലുള്ള ബ്ലാക്ക് പീപ്പിളുടെ ഇടയിലുള്ള കാര്യമാണ് ഇത് എന്നുള്ളത്. കാരണം അവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് സിംഗിൾ പാരന്റ്ഹുഡ് ആണ് മെജോറിറ്റി. അതിനകത്ത് നിന്നുള്ള ലൈക് ബ്ലാക്ക് പീപ്പിൾസ് നമ്മൾ ജീവിക്കാൻ ആളുകൾ സംസാരിക്കാൻ നമ്മളവിടെ US-ലും UK-ലും പോയിട്ട് കാര്യങ്ങൾ കൂടിയല്ല നമ്മൾ സംസാരിക്കുന്നത്. പറയുന്ന റീസൺ നമ്മൾ US-ലും UK-ലോട്ട് പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വി ആർ ഓൺ ദ പാത്ത് ടു ദാറ്റ്. ഇവിടെ ഞാൻ ലൈക് അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് എന്റെ ഇതായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആയതുകൊണ്ടും കുറച്ച് കൂടുതൽ തപ്പി പോകുമ്പോൾ ഒരു പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. വയസ്സിൽ എന്ത് തോന്നുന്നു ഇത് ഭാവിയിലെ രണ്ട് പക്ഷമായി രണ്ട് ചേരിയായി മാറും, സ്ത്രീയും പുരുഷനും? ബന്ധങ്ങൾക്കപ്പുറം, രക്തബന്ധങ്ങൾക്കപ്പുറം, സൗഹൃദങ്ങൾക്കപ്പുറം ഞാൻ സ്ത്രീ വിഭാഗമാണ്, ഞാൻ പുരുഷനാണ്, രണ്ട് ചേരിയില്ല. കാരണം സംസാരങ്ങൾ സംവാദങ്ങൾ എവിടെയായിട്ട് മാറാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ട്രിഗറിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചില കാര്യങ്ങൾ നമ്മളത് ഓപ്പൺ ആയിട്ട് പറയുമ്പോഴാണ് ട്രിഗറിംഗ് ആവുന്നത്. ഇതിനുള്ള എന്താ പറയാ പാസിഫൈഡ് ആയിട്ടൊരു വേർഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ 100% അത് ബ്രൂട്ടായിട്ട് പറയും. അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് ട്രിഗറിംഗ് ആവും, ഇമോഷണലി ട്രിഗറിംഗ് ആവും. ഇപ്പോൾ അച്ഛന്റെ കാര്യം തന്നെ പറഞ്ഞു, പലർക്കും അത് ഭയങ്കര ഇമോഷണലി ട്രിഗറിംഗ് ആവും. പക്ഷെ ഇത് പാസിഫൈഡ് ആയിട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വാക്ക് ഞാൻ പിന്നെ കുത്തിയിരുന്ന് ആലോചിക്കേണ്ടി വരും.
അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഉരുളക്കുപ്പേരി അല്ലെങ്കിൽ ആ പറയുന്ന അല്ല spot വാക്കുകൾ മറുപടി- എന്നുള്ള രീതിയിലേക്കല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചില പദപ്രയോഗങ്ങൾ വരുമ്പോൾ നമുക്ക് പകരം പദങ്ങൾ ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ചൊന്നും വരില്ല. ആ പക്ഷെ പകരം പദം വന്നാലും അർത്ഥം ഒന്ന് തന്നെയായിട്ട് മാറുന്ന ചില ഒന്ന് തന്നെയാണ്. കാര്യങ്ങളുണ്ട്. ഇപ്പൊ അപ്പൊ ജെൻഡർ അതുകൊണ്ടാണ് ഡിസ്ഫോറിയും ഞാൻ പറഞ്ഞത്. ജെൻഡർ ഇതും പറഞ്ഞ പോലെ അതുകൊണ്ടാണ് വ്യത്യാസം അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ അർത്ഥം നമ്മളത് എടുക്കുന്ന രീതിയും കൂടി ഉണ്ട്. അനുസരിച്ചിട്ട്. സി പല പ്രശ്നങ്ങളും നമ്മൾ ഞാനിവിടെ കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകൾക്ക് പുരോഗമനം എന്ന് പറഞ്ഞ് ഉം. കൂടുതൽ കുടുംബങ്ങളെ ഉം. ഇതിനു മുമ്പത്തെ ഒരു ഡിബേറ്റിൽ ഡോക്ടർ ഷെമീന VP എന്ന് പറയുന്ന ഒരു വ്യക്തി ഉം. പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉം. പണ്ട് കാലഘട്ടത്ത് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ടാണ് ഉം. ഹണ്ടർ ഗ്യാദർ ടൈമിൽ അവർക്ക് കുറച്ചുകൂടെ ഹോം ഇതും കൊടുത്തത്, പുരുഷന്മാർക്ക് കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ള ഉം. ഹണ്ടിങ്ങും വന്നത്. പക്ഷെ ഇപ്പോഴും ആ സ്ത്രീ അവിടെ തളച്ചിട്ടു എന്നാ പറയുന്നത്. ഉം. അവളെ അവിടെ പ്രൊട്ടക്ട് ചെയ്തു എന്നല്ല പറയുന്നത്, തളച്ചിട്ടു എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെടുത്തി എന്ന് പറയുന്നത്. സി ഓരോ വ്യക്തികൾക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ടായിരിക്കും ഓരോ കാലഘട്ടത്തിൽ ഓരോ ഉം. ജാതി വ്യവസ്ഥയ്ക്ക് പോലും ജാതി ആക്ച്വലി തുടങ്ങിയത് ആ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു ഞാൻ സ്കൂളും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സ്കൂളും സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അവരൊരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടാണ് സ്കൂൾ സിസ്റ്റം കൊണ്ടത്. ഉം. അതില് എന്താ പറയാ ആളുകളെ വാട്ട് ഇസ് ദാറ്റ് ടേം, ആളുകളെ വിവേചിക്കാൻ തുടങ്ങിയപ്പോഴാണ്, വിവേചനങ്ങൾ തുടങ്ങിയപ്പോഴാണ് ജാതി വ്യവസ്ഥ മോശമായത്. ഉം. ഇപ്പൊ നമ്മുടെ കാഴ്ചയിൽ ജാതി എന്ന് പറയുന്ന സാധനം തന്നെ ഭയങ്കര മോശമാണ്. ഉം. പക്ഷെ അതിന്റെ കോർ എന്തായിരുന്നു, അതിന്റെ റീസൺ എന്തായിരുന്നു, അത് എവിടുന്നാണ് തരംതിരിഞ്ഞത്? ആര്യൻ സിവിലൈസേഷന്റെ ഉത്ഭവത്തോടെയാണ് ജാതി വ്യവസ്ഥ വിവേചനങ്ങളിലോട്ട് വന്നത്. പക്ഷെ ഇപ്പൊ കാണുന്ന ജനറേഷൻ എന്താണ്, ജാതി എന്ന് പറയുന്ന സാധനം തന്നെ വളരെ മോശമായിട്ടുള്ള സാധനമാണ്. അത് തുടങ്ങിയ കാലം തൊട്ട് മോശമാണ്. ഉം. ഇതേപോലെ തന്നെയാണ് പല കാലഘട്ടത്തും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അതിൽ ലൈക് പീരിയഡ്സ് ടൈമിൽ ഒരു റൂമിനകത്താക്കുന്ന ഒരു സിസ്റ്റം, ഉം. അത് ബേസ് ആയിട്ട് അതിന്റെ ലൈക് ഇനീഷ്യൽ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ഷോക്കായിട്ട് നമ്മൾ ഈ സംരക്ഷണം പറയുമ്പോൾ ഐ സ്റ്റഡിഡ് മോർ അബൌട്ട് ഇറ്റ്. ഗ്രേറ്റ് ഇന്ത്യ പറഞ്ഞോളൂ. അതേപോലെ തന്നെ എക്കോ സിനിമയിൽ പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെ, ഒരേ ചില സമയങ്ങളിൽ അല്ലെ സംരക്ഷണവും റെസ്ട്രിക്ഷനും നിയന്ത്രണവും രണ്ടും ഒരേ ക്ലാസ്സിലേക്ക് എടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞ പോലെ അതിനും കാണുന്ന വ്യക്തി ഏത് കാഴ്ചയിൽ കാണുന്നു എന്നുള്ളതാണ്. അത് രണ്ടും സ്ത്രീകൾ അത് ഇപ്പോഴും സ്ത്രീകൾ പക്ഷേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേത് വിഷയങ്ങളെല്ലാം അന്ന് കാലഘട്ടത്തിൽ അത് കാണാത്തൊരു കാഴ്ചപ്പാട് അതിനെ ഇന്ന് കാലഘട്ടത്തിൽ കാഴ്ചപ്പെടുത്തിയിട്ട് ഇതായിരുന്നു നിങ്ങളെ അടിച്ചമർത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും ഒരു വിഭാഗം ആളുകൾ. അത് സംരക്ഷണം മാത്രമായിട്ട് നിലനിൽക്കാത്തതുകൊണ്ട് കൂടിയാ ഫയസേ. കാരണം സംരക്ഷണം നിയന്ത്രിക്കലും കൂടി ആകുമ്പോൾ മാറുന്ന അല്ല, അല്ലേ, അത് രണ്ടും അത് കൂടി ഒന്നായി മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാവും. അതായത് ഈ ശബ്ദങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഈ ശബ്ദം വന്നതെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ആ ശബ്ദങ്ങളും നിങ്ങൾക്ക് ഒരു certain amount of ഇപ്പൊ protection ശരിക്കും തരുമ്പോൾ ഇത്രയും വർഷങ്ങൾ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഈ ഗാർഹിക പീഡനത്തിനെതിരെ ആക്ട് വരുന്നത് 2005 അല്ല അതിനു മുമ്പ് ഉണ്ടല്ലോ നിയമം വരുന്നത് 2005 നിന്നുള്ള ഡൊമസ്റ്റിക് വയലൻസ് എതിരെന്നുള്ള ആക്ട് വരുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത്രയും വർഷങ്ങളായി എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ കാലവും ശബ്ദമില്ലാത്തവരും നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. അത് വരുമ്പോഴായിരിക്കും ഇതിന്റെ രണ്ട് പക്ഷേ 2005 വന്നെങ്കിൽ 2005 പുരുഷന്മാർക്കും 2004 സ്റ്റഡി ഇന്ത്യയിലുള്ള സ്റ്റഡി പുരുഷന്മാർക്കെതിരെ നടന്നിട്ടുള്ള പീഡനങ്ങൾ, ഭാര്യമാരുടെ ഭാഗത്തുനിന്നുള്ള ഇമോഷണൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇല്ലല്ലോ. നിയമങ്ങൾ വരാനും സമ്മതിക്കുന്നില്ല. അത് സമ്മതിക്കാത്തത് പുരുഷന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരല്ല, വരണം എന്നുള്ള പക്ഷത്തിലുള്ള ആളാണ് ഞാൻ. സ്ത്രീകളാണെന്ന് വെച്ചാൽ സ്ത്രീകളല്ല. ആക്ച്വലി സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യാണ് പുരുഷന്മാർക്ക് വേണ്ടി നിയമങ്ങൾ. അത് സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത് വരണം. ഞാൻ ആ പക്ഷം നിൽക്കുന്നത് ഞാൻ തന്നെയാ, ആ കാര്യങ്ങളിലൊന്നും ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞ ചില വിഷയങ്ങളിൽ പക്ഷെ അത് വരാതിരിക്കാൻ ഒരു മുന്നിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ പക്ഷം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇതിന് ഏറ്റവും രസം പയസേ, രണ്ട് പക്ഷം നിന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ടൊരു കേസിന്റെ ഇതിൽ എഴുതുന്ന സമയത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ മാനിപ്പുലേഷൻ നല്ല പോലെ നടക്കുന്നുണ്ട് അല്ലെ. ഈ തിരുത്തലുകൾ നടക്കുന്നുണ്ട്, വളച്ചൊടിക്കൽ നടക്കുന്നുണ്ട്. ഒരു ഡിവോഴ്സ് കേസിൽ തന്നെ ആ ഡിവോഴ്സ് കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി വക്കീലന്മാരെ തയ്യാറാക്കുന്ന കുറിപ്പുകൾ എത്രത്തോളം ഉണ്ട്. ഞാൻ തന്നെ ആ പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം എഴുതി ചേർക്കില്ല, ഈ എഴുതി ചേർക്കപ്പെട്ടില്ലെങ്കിലും തിരുത്തലുകളൊക്കെ എല്ലാ കാലവും എല്ലാവരും ഉണ്ട്. പക്ഷേ അത് ഒരു വൺ സൈഡഡ് മാത്രം എഴുതി ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ വൺ സൈഡഡ് മാത്രം ആവുമ്പോ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തല്ലാൻ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ്. അതേസമയം എഴുതി ചേർക്കാനുള്ള ഓപ്ഷൻ രണ്ടു പക്ഷത്തും ഉണ്ടെങ്കിലോ. ഈ ചാനൽ ചർച്ചകളിൽ അന്തിച്ചർച്ചകളിൽ വരുന്ന പോലെ ശരിക്കും ഫയസ് വരുന്ന സമയത്ത് പല വിശേഷങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മെൻസ് റൈറ്റ്സ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ ഡാറ്റ അനലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണെന്നുള്ള രീതിയിലേക്ക് സ്ത്രീവിരുദ്ധനായിട്ട് മുദ്ര കുത്തപ്പെടുന്നുണ്ട്. എങ്ങനെ സ്വയം വിലയിരുത്താൻ ഇഷ്ടം, അല്ലെങ്കിൽ എന്ത് കുപ്പായാണ് ഞാൻ ഇഷ്ടം കുറെ കൂടെ? എനിക്ക് ഇതിനു മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നത് മല്ലു മെനിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ബേസിക്കലി ഇതിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഒക്കെ ഒരു യങ് ഏജില് കുറച്ച് എന്താ പറയാ റിബൽ മൈൻഡ്, വെറൈറ്റി, ഇപ്പോൾ ഉള്ള സോഷ്യൽ സിറ്റുവേഷൻ അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും വേണം എന്നൊക്കെ നമ്മൾ തേടിപ്പോവും.
അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പാലക്കാട് ടൗണിൽ. അപ്പൊ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി തേടിയിട്ടാണ് ഈ ഏത്തിസ്റ്റ് ഗ്രൂപ്പുകൾ. ആ ടൈമിൽ ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി ഏത്തിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഫേസ്ബുക്ക്. അവിടെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ അവിടെയാണ് ഈ ഫെമിനിസ്റ്റ് ടോക്കും ഐ വാസ് കൺവിൻസ്ഡ് ആക്ച്വലി ഫെമിനിസ്റ്റ് ലോജിക്കുകളൊക്കെ. ഒരു ടൈമില് 2013 ഒരു ന്യൂസിനെ കുറിച്ച് 2017 എങ്ങാണ്ട് ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ ലൈക്ക് പുരുഷന്മാർക്ക് ജെൻഡർ ന്യൂട്രൽ ലോസ് UPA ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ലൈക്ക് എല്ലാവർക്കും റേപ്പ് ലോസ് ഒക്കെ സ്ത്രീകൾക്ക് മാത്രമല്ല അത് ജെൻഡർ ന്യൂട്രൽ ആയിട്ട് പുരുഷന്മാർക്കും പരാതി കൊടുക്കാം എന്നുള്ളൊരു തലത്തിലേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒപ്പോസ് ചെയ്തത് ഫെമിനിസ്റ്റ് ഗ്രൂപ്പ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കട്ടിങ്സ് കണ്ടപ്പോൾ ഞാൻ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം ഉന്നയിച്ചതാണ്. ജസ്റ്റ് ലൈക്ക് ദിസ്. അന്ന് എനിക്ക് ഫുള്ള് ചാപ്പയായിരുന്നു, സ്ത്രീ വിരുദ്ധനാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായിട്ട് ഈ മിസോജനിസ്റ്റ് എന്നുള്ള വാക്കൊക്കെ ഞാൻ കേൾക്കുന്നത്. സോ ബേസിക്കലി ഐ വുഡ് സേ കുറച്ചൊക്കെ ഈഗോ അടിച്ചിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എന്താണ് ഫെമിനിസ്റ്റ് പോയി പഠിച്ചിട്ട് വാ ഇങ്ങനെയുള്ള കുറച്ച് ചാപ്പയൊക്കെ കേട്ടപ്പോൾ എന്നാ പിന്നെ എന്താണെന്ന് പഠിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ അവരെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചതാ. പിന്നെ നമ്മള് വെൻ യു ഡിഗ് ഡീപ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയും. ഈ കുറച്ചുകൂടി യുണീക്ക് ആയിട്ട് പോകണം എന്ന് ഫയാസിനൊരു ചിന്തയുണ്ടായിരുന്നു. അതായത് പൊതുവെ പോകുന്ന വഴിയിൽ നിന്ന് വേറിട്ട് പോകണം എന്നുള്ളത്. അത് ആ ഒരു ഏജിന്റെ അതിന്റെ ഒപ്പമുള്ള കണ്ടെത്തലുകളിൽ ഇപ്പൊ ഈ പറഞ്ഞു നമുക്ക് വരുന്നതിന് മുമ്പ് വരുന്ന വാർത്താക്കുറിപ്പുകളോ സമകാലിക വിഷയങ്ങളോ എന്തിനേലും ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രൈക്ക് ആവും. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഈ നോക്കി പോവുക, തപ്പിപ്പോവുക, അങ്ങനെയും തപ്പിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അവിടെ കൂടുതലായിട്ടും എന്നുള്ള രീതിയിലേക്ക് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനേയും എതിർത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിനെ അപ്പാടെ അതിനോടൊരു വിരോധാഭാസം നമ്മൾ കാണിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ അവിടെ സംസാരിക്കാത്ത വിഷയങ്ങൾ അതിനോട് യോജിപ്പുണ്ടാവണം. ഇപ്പൊ പുരുഷപക്ഷമാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഇതിന്റെ അപ്പുറത്ത് സ്വയം തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കൂടി തയ്യാറാണ് അല്ലെ? ഇപ്പൊ ഈ കണ്ടെത്തലുകളിൽ ശരിയാണ്, ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടതുണ്ട്, ഇവിടെ കുറച്ച് അധികം പേര് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയ ഇൻസിഡന്റ് ശരിക്കും എന്തായിരുന്നു? ലൈക്ക് ഇപ്പോ ലോസ് കേരളത്തിലല്ല ഇന്ത്യയിലെ പൊതുവേ ഉള്ള ലോസ്. പിന്നെ നമുക്കൊക്കെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ആണുങ്ങൾക്ക് പ്രശ്നങ്ങളില്ല, പുരുഷന്മാർക്ക് പൊതുവെ മാനേജ് എന്തൊരു കാര്യവും പുരുഷന്മാർ. ഇപ്പൊ നേരത്തെ ആ ഒരു ഡിബേറ്റിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും എന്റെ വീഡിയോസിൽ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ. കല്യാണത്തിൽ ഒരു പെൺകുട്ടിക്ക് കല്യാണാലോചന വരുമ്പോൾ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് എക്സ്പെക്ടേഷൻ ഒരു ബേർഡൻ ആണെന്ന് തോന്നുമ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ആമ്പിള്ളേരോടുള്ള ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അത് പക്ഷെ ആരും ബോധർ ചെയ്യാറില്ല. ഇപ്പൊ മലപ്പുറം സൈഡിലൊക്കെ ഞാനിപ്പോ ഒരു മുസ്ലിം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ഐ ഡോണ്ട് പ്രാക്ടീസ് ഇസ്ലാം, ബട്ട് ഒരു മുസ്ലിം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിന്ന് വരുന്ന ആളായതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഐഫോൺ കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്. എൻഗേജ്മെന്റിന് ഐഫോൺ വേണം, മസ്റ്റ് ആണ്. സോ അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ആമ്പിള്ളേരെ എടുത്തുകൊണ്ട്, പക്ഷെ അതൊന്നും ആർക്കും ഒരു വിഷയമല്ല. ദാറ്റ് ഇസ് ദെയർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഫിലിമിൽ തന്നെ പോലീസ് ഭയങ്കര തമാശയായിട്ട് പറയുന്നുണ്ട്, ഷാറുഖ് ഖാൻ ആയാലും ശരി സർക്കാർ ജോലി ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സർക്കാർ ജോലി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ലൈക്ക് ദിസ് നീഡ്സ് ടു ബി ക്വസ്റ്റ്യൻ. ആരെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഈ സാധനം ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് കുറെ കാലം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാനിത് പറഞ്ഞത് കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനെയും ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരും. ശരിക്കും ഉണ്ട് എന്നുള്ള തോന്നലേക്കാൾ ഉപരി ഇതൊക്കെ ഉണ്ട്, നമുക്കൊപ്പം ഉണ്ട്. പലപ്പോഴും നമ്മൾ പറയും സ്ത്രീകൾക്ക് അല്ലെ ശബ്ദമില്ല എന്ന് പറയാറുണ്ട്. ശരിക്കും ശബ്ദമില്ലാതായി പോകുന്ന, ഒപ്പീനിയൻ പറയാൻ പറ്റാതെ പോകുന്ന കുറെ കേസറികളില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിവാഹ കമ്പോളത്തിലാണ് കൂടുതൽ സംഭവിക്കുന്നത്. വിവാഹ കമ്പോളത്തിലല്ല, വിവാഹം കഴിഞ്ഞിട്ടുള്ള കമ്പോളത്തിലാണ് കുറച്ചുകൂടെ കൂടുതൽ സംഭവിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതിലോട്ട് വരുമ്പോൾ ലൈക്ക് ഇതിനെ കുറിച്ച് ക്യൂരിയസ് ആയിട്ട് ഞാൻ റിസർച്ച് ചെയ്യാനും കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് ഇത്രയും വലിയൊരു പ്രശ്നമുള്ളൊരു കേന്ദ്രമാണെന്ന്. നമ്മള് ഫാമിലി കോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ആ സംവാദത്തിൽ തന്നെ പറഞ്ഞൊരു വിഷയമാണ്, ഫാമിലി കോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പൊ 2019 ഒരു പേപ്പർ കട്ടിങ് ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 4600 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 4008 ഫേക്ക് പോക്സോ കേസുകളാണ്. ഈ 4008 ഒരു ബഹുഭൂരിപക്ഷവും കേസുകൾ ഭാര്യമാര് ഭർത്താവിനെതിരെ കൊടുക്കുന്നതാണ്. ചൈൽഡ് കസ്റ്റഡി. ഇത് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം കൊടുക്കുന്ന ചൈൽഡ് കസ്റ്റഡി അല്ല. ആ കുട്ടികളെ കിട്ടുമ്പോൾ ചൈൽഡ് സപ്പോർട്ടും കിട്ടും, അലുമണിയും കിട്ടും. ഇത് കൂടാതെ ഒരു വിലപേശലും കൂടിയാണ് കൊച്ച് കയ്യിലുണ്ടാവുമ്പോൾ, ഡിമാൻഡിങ് സെറ്റിൽമെന്റ് എമൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം. ഇത് കൂടാതെ ഈ ഒരു വിഭാഗം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡിവോഴ്സ് കേസുകൾ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ പോകുന്നത് അവർക്ക് കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പുരുഷന്മാർ പോകുന്നത് അവർക്ക് അവരുടെ കുടുംബം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെയുള്ള ഫൈറ്റുകളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഐ വാസ് അൺഅവെയർ കംപ്ലീറ്റ്ലി. പക്ഷെ ഇത് കൂടുതൽ നമ്മൾ
നോക്കി പോകുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ 80% അറൌണ്ട് 80% ആണുങ്ങളാണ് സൂയിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് 11:4 ആണ് റേഷ്യോ വരുന്നത്. 11 മോർ ദാൻ ദാറ്റ് ഐ ഗസ്. പക്ഷെ പണ്ട് പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിച്ചപ്പോ സ്ത്രീകളുടെ കാര്യമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചു. 7-3 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റൈസ് സംസാരിച്ചു. പക്ഷെ 7-3 സ്ത്രീകൾ അപ്പുറത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ 7 പുരുഷന്മാരോട് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവര് പോലും ബോധേഡല്ല. അതിനും പല കാരണങ്ങളും ഉണ്ട്.